പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസത്തിന് സങ്കടകരമായ ഒരു പ്രാധാന്യമുണ്ട്. ഞങ്ങളൊക്കെ പൊതുപ്രവർത്തനം തുടങ്ങിയ കാലത്ത്, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം തുടങ്ങിയ കാലത്ത് ദൂരെ നിന്ന് കേട്ടിരുന്നൊരു നേതാവിൻ്റെ പേര്, അടുക്കുംതോറും ആദരവും ബഹുമാനവും ഇഷ്ടവും വർദ്ധിപ്പിച്ചൊരു നേതാവിൻ്റെ പേര് ഇന്ന് ഈ പദവികളിലൊക്കെ വന്ന് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളെയൊക്കെ കാണാൻ ഞങ്ങൾക്കൊക്കെ അവസരം തരുന്ന കാര്യത്തിൽ ഏറ്റവും നിർണായകമായ ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരാളുടെ പേര്, എപ്പോൾ വീണു പോകുമായിരുന്നെങ്കിലും അപ്പോഴൊക്കെ കൈപിടിച്ച് സാരമില്ലാന്നൊരു വാക്ക് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ തോളത്ത് തട്ടിയോ, നല്ല ദേഷ്യം വരുമ്പോൾ പോലും എന്താണ് ഇതൊക്കെ എന്നൊരു വാക്കിനപ്പുറത്തേക്ക് നമ്മളോട് ദേഷ്യപ്പെടാതെ ഞങ്ങളെയൊക്കെ കാത്താണ് തൻ്റെ മുന്നിൽ വരുന്ന ലക്ഷക്കണക്കിനായ ആളുകളുടെ ജാതിയോ മതമോ അവരുടെ വീടിന്റെ സാമ്പത്തിക ശേഷിയോ ഒന്നും നോക്കാതെ തൻ്റെ പദവിയും പൊതുപ്രവർത്തനം എന്ന ലേബലും അവരുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ തൻ്റെ ആരോഗ്യം അത് ക്ഷയിക്കുന്നത് അറിഞ്ഞിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം തന്നെ വിളക്കാക്കി മാറ്റിയ ഒരേ ഒരു ഉമ്മൻചാണ്ടി സാർ നമ്മളെ വിട്ടുപിരിഞ്ഞതിൻ്റെ മൂന്നാമത്തെ വേർപാടിന്റെ ദിനമാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഞങ്ങൾക്ക് മാത്രമല്ല, രാഷ്ട്രീയത്തിലുള്ളവർക്ക് മാത്രമല്ല, വേറെ ഏതൊരാൾക്കും, അവനവനോടല്ലാതെ മറ്റാരോടെങ്കിലും കൺസേണുള്ള ഏതൊരാൾക്കും ഉമ്മൻചാണ്ടി എന്ന പേര് എന്നും ഒരു പ്രചോദനമാണ് എന്ന കാര്യത്തിന് ഒരു സംശയവും വേണം. വളരെ തിരക്കിട്ട ഷെഡ്യൂളിനിടയിൽ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഓടിക്കൊണ്ടേയിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതിന്റെ രഹസ്യം ചോദിക്കുന്ന ആളുകളോട് ഇതിന് രഹസ്യമൊന്നുമില്ല, പരസ്യമായിട്ടുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരു വാചകമാണ് അദ്ദേഹം എപ്പോഴും പറയാറുള്ളത്. ജനങ്ങളെ പാഠപുസ്തകമാക്കിയ നേതാവ് പറയാൻ ഒരേ ഒരു വാചകം, ജീവിതത്തിൽ മുന്നിൽ വരുന്ന ആരെയും അവരുടെ അവകാശം അവരെ ഏൽപ്പിക്കാനുള്ള സഹായം, അത് ചെയ്യാനുള്ള ശ്രമത്തിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോകരുത്, ഒരിക്കലും അത് ചെയ്യാതിരിക്കരുത് എന്നുള്ളത് മാത്രമാണ്, മറ്റൊന്നും രഹസ്യമായി ഇതിനകത്തില്ല എന്ന് പറഞ്ഞിരുന്ന നേതാവാണ്. ആ ഉമ്മൻചാണ്ടി സാറിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പാതയിൽ നിങ്ങൾ ഓരോരുത്തരും, ഞാൻ പറയുന്നത് നിങ്ങൾ രാഷ്ട്രീയക്കാരനാവണം എന്നല്ല, പക്ഷെ നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്ന മേഖലകളിൽ മുന്നോട്ട് പോകുമ്പോൾ താനും തനിക്ക് ചുറ്റുപാടുമുള്ള ആളുകൾ ചിലപ്പോൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരാവാം, അച്ഛനമ്മമാരാവാം, സഹോദരങ്ങളാവാം, കൂട്ടുകാരാവാം, പരിചയക്കാരാവാം, അയൽവാസികളാവാം, ചിലപ്പോൾ ഒരു ബന്ധമില്ലാത്തൊരു മനുഷ്യനാവാം. നമ്മുടെ ഒരു വാക്കോ നമ്മുടെ ഒരു നോക്കോ നമ്മുടെ ഒരു പ്രവൃത്തിയോ കൊണ്ട് ആർക്കെങ്കിലും അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു അഡീഷണലായി ഒരു ഗുണം നമ്മളെ കൊണ്ടാവുമെങ്കിൽ അത് ചെയ്യാൻ കഴിയുന്നവരായി കൊല്ലത്തിന്റെ ഈ ഉജ്ജ്വലമായ ഭാവി മാറട്ടെ എന്ന പ്രാർത്ഥനകളോടെയാണ്, ആശംസകളോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസം മുഴുവൻ സംസാരിക്കേണ്ടത് വിജയത്തെ പറ്റിയാണ്. കാരണം ഇത് മെറിറ്റ് ഡേ ആണ്, അല്ലെ, എക്സലൻസ് അവാർഡാണ്. പക്ഷെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പരാജയത്തെ പറ്റിയാണ്. ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വേദിയിലുള്ള ഒരാളുടെ പരാജയത്തെ പറ്റിയാണ്. ചുരുക്കം ചില വാക്കുകൾ നിങ്ങൾ കേട്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സുകുമാരൻ എന്ന് പറയുന്ന ഒരു ചായക്കടക്കാരന്റെ മകൾ, വസുമതി എന്ന് പറയുന്ന ഒരു കശുവണ്ടി തൊഴിലാളിയുടെ മകൾ, പൊതുപ്രവർത്തനത്തിൽ വനിതകൾ രംഗത്തിറങ്ങുമുണ്ടാവുന്ന എല്ലാ പ്രയാസങ്ങളെയും നേരിട്ടിട്ടുള്ള ഒരു സാധാരണ വീട്ടിലെ കുട്ടി, കേരള വിദ്യാർത്ഥി യൂണിയന്റെ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ തൊട്ട് പടിപടിയായി വളർന്നു വരുമ്പോഴും ചുറ്റിനും ഈ പറയുന്ന ഒരുപാട് ആക്ഷേപങ്ങൾ, ഒരുപാട് പരാജയങ്ങൾ, ഒരുപാട് പരിഹാസങ്ങൾ, ഒരുപാട് തിരിച്ചടികൾ, അതൊക്കെ നേരിടേണ്ടി വരുമ്പോഴും ഒരു തിരിച്ചടിയോടെ, ആ ഒരു ചെറുചിരിയോടെ പൊതുപ്രവർത്തന രംഗത്ത് വച്ചക്കാല് മുന്നോട്ട് തന്നെ നയിച്ച ഒരാളെ പറ്റി. ആ പെൺകുട്ടി തന്നെയാണ് പിന്നീട് 2011 ചാത്തന്നൂരിലെ തെരഞ്ഞെടുപ്പിൽ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ ജനവിധി തേടാൻ വന്നത്. അവിടെ പരാജയപ്പെടാനായിരുന്നു വിധി. പിന്നീട് 2014 ആറ്റിങ്ങലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ആ പെൺകുട്ടിക്ക് തന്നെയാണ് അവസരം ലഭിച്ചത്. അവിടെയും പരാജയപ്പെടാൻ തന്നെയായിരുന്നു വിധി. പിന്നീട് 2021 വർഷങ്ങളുടെ കഠിനാധ്വാനവും ഒരു ജില്ലയുടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കേവലം 2ാമത്തെ മാസം വനിതാ അധ്യക്ഷയായി പ്രവർത്തിക്കുമ്പോൾ, സമരകാലത്ത് ഭരണത്തിന്റെ സൗകര്യങ്ങളും താങ്ങും തണലുമില്ലാത്ത കാലത്ത് എന്നോട് ഇങ്ങോട്ട് വരും അരുൺരാജ് പറയുന്ന ഏതോ ഒരു സാധാരണ പ്രവർത്തകനും ഉണ്ടാവുന്ന പ്രയാസങ്ങളിൽ ആദ്യം ഓടിയെത്തിയ, എല്ലാ പരിമിതികളെയും മറികടന്ന് ആദ്യം ഓടിയെത്തിയ നേതാവ്, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ച്, സ്വന്തം ജില്ലയുടെ ആസ്ഥാനത്ത് മത്സരിക്കാൻ തീരുമാനിച്ച് അതിനുവേണ്ടിയുള്ള ശക്തമായ മത്സരം കാഴ്ചവെച്ച്
വെറും 1400 വോട്ടിന് കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്ന് പറയുന്നത് പോലെ എത്രയോ പതിറ്റാണ്ടുകളുടെ കഠിനാധ്വാനം ഒരു പോസിറ്റീവ് റിസൾട്ടിലേക്ക് എത്തി എന്ന് അവരും ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആളുകളും കുടുംബവും നാടും ഒക്കെ പ്രതീക്ഷിച്ചെടുത്ത് ഒരു പരാജയം, താങ്ങാൻ കഴിയാത്ത ഒരു പരാജയം വളരെ ചെറിയ മാർജിനിൽ സംഭവിച്ചു പോയപ്പോഴും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരിഹാസ പദങ്ങളിൽ തോറ്റ MLA എന്നുള്ള പേരൊക്കെ വന്നപ്പോഴും അത്രയും അടുത്ത് തന്നെ എത്തിച്ചൊരു ജനതയോടും അത്രയും അവസരങ്ങൾ തന്നൊരു പ്രസ്ഥാനത്തോടും തന്റെ പൊതുപ്രവർത്തനം എന്ന തന്റെ അജണ്ടയോടും നീതി പുലർത്തി പരാജയപ്പെട്ടിട്ടും കൺസിസ്റ്റന്റ് ആയി അവിടെ ജനങ്ങൾക്കിടയിൽ തന്നെ നിരന്തരം പ്രവർത്തിച്ചതിന് എല്ലാ കേടും കുറവും തീർത്ത് 16,000-ലധികം വോട്ടിന് കൊല്ലത്തിന്റെ മണ്ണിൽ നിന്ന് കേരളത്തിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആദ്യ തവണ കേരളത്തിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ തന്നെ കേരളത്തിന്റെ തൊഴിൽ വകുപ്പിന്റെ മന്ത്രിയായി, വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ മന്ത്രിയായി, മൃഗസംരക്ഷണത്തിന്റെയും ക്ഷീരവികസനത്തിന്റെയും അനേകം മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെയും മന്ത്രിയായി ഇന്ന് കൊല്ലത്തിന്റെ ഭാവി തലമുറയെ ഈ നാടിനും നിങ്ങൾക്കും വേണ്ടി പരസ്പരം ഒരുക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ബിന്ദു കൃഷ്ണ എന്ന നിങ്ങളുടെ MLA, കേരളത്തിന്റെ മന്ത്രി, അവരുടെ പരാജയത്തെ സംബന്ധിച്ച് തന്നെയാണ് ഞാൻ ആദ്യം നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്. നമ്മൾ എപ്പോഴും കരുതുന്ന ഒരു കാര്യം വിജയവും പരാജയവും ഒരു ഓപ്പോസിറ്റ് ഘടകങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ സാധാരണ ധരിച്ചു വെക്കുന്നത്. ജയത്തിന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ആളുകൾ എപ്പോഴും പറയുന്നതാണ് തോൽവി. സക്സസിന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴും ആളുകൾ പറയുന്നതാണ് ഫെയിലിയർ. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, അത് രണ്ടും സെയിം സ്റ്റോറിയാണ്. സക്സസ് സ്റ്റോറിയുടെ പാർട്ട് ആൻഡ് പാർസൽ ആണ് ഫെയിലിയർ. അതതിന്റെ ഓപ്പോസിറ്റ് അല്ല. വിജയകഥകളുടെ ഭാഗമാണ് പരാജയം. അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള നിങ്ങളുടെ കഴിവാണ് നാളെ നിങ്ങളുടെ ലൈഫിന്റെ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ, നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ആണ് എന്ന് വിശ്വസിക്കുന്നു.